ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ 40 ദിവസം ജയിലിൽ കിടത്തി ഞങ്ങൾ മിണ്ടായിരിക്കണം. അറസ്റ്റ് ചെയ്ത് 41 ദിവസം മിണ്ടാണ്ടിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം എന്റെ പത്രസമ്മേളനത്തിലുണ്ട്. അന്ന് എന്ത് പറഞ്ഞു? അങ്ങ് ചോദിക്കുന്നത് തെറ്റായ ചോദ്യമാണ്. ശരിക്കുള്ള പ്രശ്നം വേറെയാണെന്നാണ് ശൈല ടീച്ചർ പറയുന്നത്. ഭയവും ആത്മവിശ്വാസക്കുറവും കൊണ്ടാണ് രാവിലെ എല്ലാവരും കൂടി ചേർന്ന് വെല്ലിലിറങ്ങിയിരിക്കുന്നത്. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്ന സങ്കട വിഷാദ ഗാനവുമായി ധാർമ്മിക രോഷം പൂണ്ടിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസും BJPയും. ഒരു ഭാഗത്ത് VD സതീശൻ സഹായിക്കുന്നു, മറുഭാഗത്ത് രാജീവ് ചന്ദ്രശേഖർ. ഇരു കൈയും പിടിച്ച് ഇരുവരും തന്ത്രിയെയും എഴുന്നള്ളിച്ച് നടക്കുകയാണ്. തന്ത്രി എന്ന വൈകാരികതയെ വോട്ടാക്കി മാറ്റാനുള്ള കനകോലു തന്ത്രം. അതിൻ്റെ ഇടയിൽ കൊടിക്കുന്ന് സുരേഷ് പുറത്തുവിട്ട ആ രഹസ്യം ഇതാണ്. നോക്കൂ, തന്ത്രിക്ക് ജയിലിൽ ഒരു സൗകര്യം കിട്ടിയില്ലത്രേ. മോശമായി ട്രീറ്റ് ചെയ്തു പാവം തന്ത്രി. പണ്ട് R ശ്രീലേഖ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറിച്ച് പറഞ്ഞ അതേ വാചകങ്ങൾ. ആരാ തന്ത്രി? ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒരു പ്രധാന പ്രതി. പാകിസ്ഥാൻസ് അടക്കം രോഗപീഠ കൊണ്ട് വലഞ്ഞിരുന്ന സ്റ്റാൻ സ്വാമിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആദിവാസികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചൊരു പുരോഹിതൻ. സ്റ്റാൻ സ്വാമിയെ UAPA ചുമത്തി ജയിലിലടച്ച് നീണ്ട കാലം പീഡിപ്പിച്ചപ്പോൾ അതിനെതിരെ ഒരു വാക്കുപോലും മിണ്ടാത്ത കൊടിക്കുന്നിലും ഹൈക്കമാൻഡും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒരു പ്രതിക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയാണ്. തന്ത്രിക്ക് വേണ്ടി ഒരൊറ്റ കാരണം മാത്രം, കനകോലു പറഞ്ഞ ആ വോട്ട് ബാങ്ക്. ഒടുക്കം ഒരു മാനക്കേടുമില്ലാതെ രാജീവ് ചന്ദ്രശേഖർ പുറത്തു വാദിക്കുമ്പോൾ UDF നിയമസഭയിലും വാദിക്കാനെത്തി. സതീശൻ പുതിയുഗ യാത്രയിൽ രോഷം പൂണ്ട് നടന്നു. K. ബാബുവിനെയാണ് ചുമതല സഭയിൽ ഏൽപ്പിച്ചത്. ആചാര ലംഘനത്തിൽ ഗവൺമെന്റ് നിലപാടിനെ അനുകൂലിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടക്കുകയുണ്ടായി. അതുകൊണ്ട് യുവതീ പ്രവേശന വിഷയത്തിൽ സംശയാസ്പദമായി നിൽക്കുന്ന ഈ സർക്കാരിന്റെ നടപടികളുമായി നമ്മ സഹകരിക്കുന്നില്ല. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാര ലംഘനത്തെ അനുകൂലിക്കുന്ന വിധത്തിലുള്ള സംശയാസ്പദമായ അങ്ങേയറ്റം വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. സാർ, അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങൾ സഭാ നടപടികളിൽ നിസ്സഹകരിച്ചു വരികയാണ്. ഇന്നും ഞങ്ങൾ സഭാ നടപടികൾ സഹകരിക്കില്ല എന്നറിയിക്കാൻ ഞാൻ. ശരിക്കും എന്താണ് പ്രശ്നം? ശബരിമല എന്ന് മാത്രമേ ബാബുവേട്ടനോട് പറഞ്ഞിരുന്നുള്ളൂ. അത് യുവതീ പ്രവേശനാണോ തന്ത്രിയുടെ അറസ്റ്റാണോ മുഖ്യം എന്ന് മൂപ്പർക്ക് മനസ്സിലായതുമില്ല. എന്തായാലും തന്ത്രിക്ക് വേണ്ടിയുള്ള സഭയിലെ കണ്ണീർ പുഴ കണ്ട് MP രാജേഷ് ഒരു ചോദ്യം ചോദിച്ചു, തന്ത്രിക്ക് എന്താ വിശേഷം എന്ന്. തന്ത്രിയെ ഒഴിവാക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സർ, തന്ത്രിക്ക് ശബരിമലയിലെ സ്വർണ്ണക്കേസ് കൊള്ളക്കേസിലെ പ്രതികളിൽ ഒരാളായ തന്ത്രിക്ക് എന്ത് വിശേഷമാണുള്ളത്? സർ, പ്രതിയാണ് എന്ന മറ്റെല്ലാ പ്രതിയെയും പോലുള്ള അവകാശമേ തന്ത്രിക്കുള്ളൂ. തന്ത്രിക്ക് എന്ത് പ്രത്യേക അവകാശമാണുള്ളത്? ശരിക്കും ഈ കേസിൽ തന്ത്രിന്റെ വക്കീലാരാന്നിപ്പാ? സർ, തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. BJPയും ഉണ്ട്, UDFും ഉണ്ട്. സഭയ്ക്കകത്ത് BJP ഇല്ലാത്തത് കൊണ്ട് ആ BJPക്ക് വേണ്ടി കൂടിയുള്ള വക്കാലത്ത്, തന്ത്രിയുടെ വക്കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്, UDF ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് വക്കീലന്മാർക്ക് നാരങ്ങാ വെള്ളം കാച്ചി കാത്തിരിക്കുകയാണത്രേ നമ്മുടെ ലീഗുകാര്. മുസ്ലിം ലീഗ് നാരങ്ങ വെള്ളം കലക്കി കാത്തിരിക്കുകയാണ്. സാർ, BJPക്കാർക്കൊന്ന് വെള്ളം കലക്കി കൊടുക്കാൻ ഒരു നാണവുമില്ലാതെ, ക്ഷമിക്കണം സാർ, ഞാൻ ആ വാക്ക് പിൻവലിച്ചു, ലജ്ജയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ BJPക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തവരാണ് സാർ ലീഗുകാർ. അവർ വീണ്ടും നാരങ്ങ വെള്ളം കലക്കി വെച്ച് അവിടെ പുറത്ത് കാത്തിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും പ്രതിപക്ഷത്തിന്റെ പ്രശ്നം എന്താന്ന്. ഇവരുടെ പ്രശ്നം ശബരിമലയിലെ സ്വർണം കെട്ടവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നതാണോ, അതോ സ്വർണം കെട്ടവരിൽ ഞങ്ങളുടെ ആളുകളെ ഒഴിവാക്കണം എന്നതാണോ? വാജിവാഹനം ഉൾപ്പെടെയുള്ളവരിൽ നടന്ന ക്രമക്കേട്, ആ ക്രമക്കേടിലും കൊള്ളയിലും UDFന്റെ ഭരണസമിതിക്ക് പങ്കുണ്ട് എന്ന കാര്യം ഞാൻ നേരത്തെ ഈ സഭയിൽ പറഞ്ഞു. ഇഹലോകത്തും പരലോകത്തുമുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസുകാരായ UDFകാരായിട്ടുള്ള ആളുകൾക്ക്. അതാണിപ്പോ നിങ്ങൾ തന്ത്രിക്ക് വേണ്ടി രംഗത്ത് വരാൻ കാരണം. നിങ്ങളും BJPയും തന്ത്രിയെ മുൻനിർത്തി ഒരുമിച്ച് നിൽക്കുകയാണ്. ഇതിപ്പോ വന്ന് ആ പഴയ കാലത്തെ പോലെ ആയല്ലോ. തന്ത്രിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ BJP ഏതാ കോൺഗ്രസ് ഏതാ എന്ന് മനസ്സിലാകാത്ത അവസ്ഥ. P. രാജീവ് കേരള സ്റ്റോറി 2 എടുത്തിട്ട് ഒരു താരതമ്യ പഠന ഗവേഷണ പ്രബന്ധവും കൂടി അവതരിപ്പിച്ചു. എന്തുകൊണ്ടാണ് സാർ ഈ കേരള സ്റ്റോറി വരുന്നത്? എന്തുകൊണ്ടാണ് സാർ തെലുങ്കാന സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ കർണാടക സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ ഹിമാചൽ പ്രദേശ് സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ കേരള സ്റ്റോറി 1ഉം 2ഉം വരുന്നത്?
കാരണം കർണാടക സ്റ്റോറി ഗുജറാത്ത് സ്റ്റോറി തന്നെയാണ് സാർ, തെലുങ്കാന സ്റ്റോറി UP സ്റ്റോറി തന്നെയാണ് സാർ. കോൺഗ്രസും BJPയും രണ്ട് പാർട്ടികളുടെ പേരുണ്ടെങ്കിലും ഒരേ രാഷ്ട്രീയത്തെ, ഒരേ പ്രത്യയ ശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ആ അപകടം മതനിരപേക്ഷ കേരളത്തിന് അങ്ങേയറ്റം അപകടകരമാണ് എന്ന് തിരിച്ചറിയാൻ തയ്യാറാകണം. അതുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഹൈക്കോടതിക്കെതിരാണ്. അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. കേന്ദ്ര BJP സർക്കാരിന്റെ പൗരത്വ നിയമത്തെ മറികടക്കാൻ നിയമസഭയിൽ അവതരിപ്പിച്ച നേറ്റിവിറ്റി കാർഡ് ബില്ല് പൊളിക്കാൻ BJPക്ക് വേണ്ടി നടത്തുന്ന നീക്കമാണോ UDFന്റേത് എന്ന സംശയം മന്ത്രി K രാജന് ഉണ്ടായി. പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി ഈ കേരളം എടുക്കുന്ന നിലപാടിന്റെ ഭാഗമായി സാർ നാറ്റിവിറ്റി കാർഡിന്റെ ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം ഈ തർക്കം ഉണ്ടാക്കുന്നത് BJPയെ സഹായിക്കാനാണ് സാർ. യുവതീ പ്രവേശന കാലത്ത് BJPയുമായി ചേർന്ന് നടത്തിയ ഒരു നാടകം PS ശ്രീധരൻപിള്ള വെളിപ്പെടുത്തിയത് KN ബാലഗോപാൽ എടുത്തിട്ടു. നടയടക്കാനുള്ള തീരുമാനം തന്ത്രി BJP നേതാവിനോട് ആലോചിച്ച് ചെയ്ത കാര്യം. അന്ന് കോൺഗ്രസ് ഒപ്പമായിരുന്നല്ലോ. ശ്രീധരൻപിള്ളയും ശ്രീ തന്ത്രിയും ഇവരും എല്ലാം സംസാരിക്കുന്ന കാര്യം സാർ അന്വേഷണം ഒരിടത്ത് അറസ്റ്റ് ചെയ്യണം സാർ. ഈ അന്വേഷണം ഇനി ഫർദറായി പോയി കഴിഞ്ഞാൽ നമ്പർ 10 ജൻപതിലേക്ക് പോകുമോ എന്നുള്ള സംശയം കൊണ്ടാണ് ഇവര് BJP ആയിട്ട് കൂടി ചേർന്നേക്കുന്നത്. ശ്രീധരൻപിള്ളയുടെ അഭിപ്രായം കേട്ടു എന്നാണ്. ശരിക്കുള്ള പ്രശ്നം വേറെയാണെന്നാണ് ശൈല ടീച്ചർ പറയുന്നത്. ഭയവും ആത്മവിശ്വാസക്കുറവും കൊണ്ടാണ് രാവിലെ എല്ലാവരും കൂടി ചേർന്ന് വെല്ലിലിറങ്ങിയിരിക്കുന്നത്. സാർ, കഴിഞ്ഞ UDF ഗവൺമെന്റുമായിട്ടുള്ള ഒരു താരതമ്യം പല കാര്യങ്ങളിലും ഇപ്പൊ വന്നു. അന്ന് പറഞ്ഞതിന്റെ വീഡിയോ ക്ലിപ്പിംഗ്സുകൾ ഇന്ന് വന്നു. ആര്യാട് മുഹമ്മദ് സാർ അടക്കം പറഞ്ഞത് നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ടാവും. നുണ പറയാൻ പറ്റില്ലല്ലോ വീഡിയോയ്ക്ക്. അതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായി രാവിലെ ഈ സഭയെ നേരിടാനുള്ള ഭയം കാരണം ഇറങ്ങി ഈ വെല്ലിൽ ഇരിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ പേടിക്കാതിരിക്കും? അവരൊരു തന്ത്രി എന്ന മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഭരണപക്ഷത്ത് നിന്ന് ഇങ്ങനെ കൂട്ടത്തോടെയല്ലേ ഈ ആക്രമണം. ആദ്യ നിര കഴിഞ്ഞപ്പോൾ അത് രണ്ടാം നിര എഴുന്നേക്കുന്നു. KU ജനീഷ് കുമാർ എന്തെല്ലാം പറയുന്നത്? സാർ, ശബരിമലയിലെ സ്വർണം കട്ടവരെയും അത് വാങ്ങിയവരെയും അത് വാങ്ങാൻ ഇടനില നിന്ന UDF കൺവീനർ ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാരെ സംരക്ഷിക്കാനുള്ള വലിയ വ്യഗ്രതയാണ് സാർ ഈ സഭയ്ക്കുള്ളിലെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ ഇവരുടെ ഈ തൊലിക്കട്ടി അപാരം തന്നെ സാർ. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് സാർ ഇവർക്കുള്ളത്. ജനീഷിന് പിന്നാലെ പ്രേംകുമാർ എഴുന്നേറ്റ് UDFനെ കൊടിമരത്ത് കയറ്റി. കോൺക്രീറ്റിന്റെ കൊടിമരം അത് ചെതലരിച്ചു പോയി എന്ന് പറഞ്ഞ് കൊള്ള നടത്തിയവർ ഇന്ന് നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാടിനു വേണ്ട നിയമങ്ങളാകെ നിർമ്മിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നടത്തുന്ന ഈ സമരാഭാസം കേരളീയ സമൂഹം തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മുരളി പെരുന്നെല്ലി ജ്വല്ലറിയിലേക്കാണ് കൊണ്ടുവന്നത്. പ്രതിപക്ഷത്തെ നോക്കിയിട്ട് ജ്വല്ലറി കൊണ്ടുപോയിട്ട് വരച്ചു നോക്കാൻ വേണ്ടിയിട്ട്. സ്വർണ്ണവില വാണം പോലെ ഇങ്ങനെ മേലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുക്കുപണ്ടത്തിന്റെ വില പോലും ഇല്ലാതെ കേരളത്തിലെ പ്രതിപക്ഷം താഴോട്ട് ഇങ്ങനെ കിനിഞ്ഞിറങ്ങുകയാണ്. അതിലുള്ള വേവലാതിയാണ് സാർ ഇപ്പൊ ഈ നടുത്തളത്തിൽ കാണാൻ കഴിയുന്നത്. പറഞ്ഞു കൊടുക്കാം. പുതുയുഗ യാത്ര കലിയുഗ യാത്രയായി നായി M രാജഗോപാലൻ. പുതുയുഗ യാത്രയാണ് സാർ UDF സംഘടിപ്പിച്ചിട്ടുള്ളത്. അക്ഷരാർത്ഥത്തിൽ അതൊരു കലിയുഗ യാത്ര എന്നതിന് പേര് കൊടുക്കുന്നതായിരിക്കും സാർ ഏറ്റവും നല്ലത്. ആകെപ്പാട് ചക്കേത് കൊക്കേതെന്ന് തിരിയാത്ത അവസ്ഥ. സാർ ചക്ക എന്ന് പറയുമ്പോൾ കൊക്ക എന്ന് പറഞ്ഞൊരു യാതൊരു കാര്യമില്ല സാർ. ചക്ക് എന്ന് പറയുമ്പോൾ ചക്ക് എന്ന് പറഞ്ഞാൽ മതി. ചക്ക് എന്ന് പറഞ്ഞാൽ കൊക്ക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കമ്മിറ്റിക്കകത്തൊക്കെ പറയാം. ബാലഗോപാലിന് വരെ ദേഷ്യം വന്നു. SITയുടെ കാര്യം നോക്കുന്ന കോടതിയല്ലേ, ഹൈക്കോടതിയല്ലേ? ഞങ്ങളാണോ ഹൈക്കോടതി നോക്കുന്നത്? ഇപ്പൊ ഹൈക്കോടതി ഇപ്പൊ ശ്രീധരൻപിള്ള എന്ന് പറഞ്ഞ അഡ്വൈസ് ശ്രീധരൻപിള്ള കൂടെ ചേർന്നേക്കുക. ഇനിയും പലതും വരും. ചോദിച്ചാൽ മതി, ഡൽഹി ചോദിച്ചാൽ മതി. സഭയിൽ കയറാതെ പുതുയുഗ യാത്രയുമായി നടക്കുന്ന സതീഷ് ഏട്ടനോട് തന്നെ ഈ കാര്യം ചോദിക്കേണ്ടതുണ്ട്. ഒരു തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ 40 ദിവസം ജയിലിൽ കിടത്തി ഞങ്ങൾ ഉണ്ടായിരിക്കണം. അറസ്റ്റ് ചെയ്ത് 41 ദിവസം മിണ്ടാണ്ടിരുന്നു. അന്ന് BJP മാത്രമേ തന്ത്രിക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ളൂ. അവർ ആ സന്ദീപലം വീട്ടിൽ പോയിട്ട് കാത്തു നിന്നു. ഒടുക്കം തന്ത്രിക്ക് ജാമ്യം കിട്ടിയപ്പോൾ നിങ്ങൾ ഏറ്റെടുക്കുകയാണോ? BJP ഒന്നും പറഞ്ഞില്ല. BJPക്ക് ഇപ്പോഴാണ് പറയണത്. ഞങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം എന്റെ പത്രസമ്മേളനത്തിലുണ്ട്. അന്ന് എന്ത് പറഞ്ഞു? വെറുതെ അടിക്കല്ലപ്പാ. അതുപോട്ടെ, തന്ത്രിക്ക് മാത്രം എന്താ പ്രത്യേകത സഹിച്ചേട്ടാ? ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത്, എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത്, ആ കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം എന്താണ് എന്ന് പൊതുസമൂഹത്തോട് വിശദീകരിക്കേണ്ട ബാധ്യത SITക്ക് ഉണ്ട്. ബാക്കിയുള്ള പ്രതികൾക്കൊന്നും ഇല്ലാത്തൊരു വിശുദ്ധിയിൽ തന്ത്രിന്റെ കാര്യത്തിൽ മാത്രം എന്താ നിങ്ങൾക്കൊരു താല്പര്യം? അതല്ല കോടതിയല്ലേ പറഞ്ഞത്? കോടതിയാണ് പറഞ്ഞത്. ഒരു കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ കോടതിക്ക് എതിരായിട്ടാണ് ഇന്ന് മന്ത്രിമാര് സഭയിൽ സംസാരിച്ചത്. തന്ത്രിക്ക് മാത്രമായിട്ട് എന്താന്നാണ് ചോദിക്കുന്നത്? അല്ല, തന്ത്രിക്കല്ല, ഒരു പൗരന് പരിഗണന നൽകണ്ടേ? ഒരു പൗരന്. അതല്ല എന്റെ ചോദ്യം. എന്ത് ചോദ്യം?
പൗരൻ എന്ന നിലക്കല്ലേ തന്ത്രിക്കും പരിഗണന കിട്ടുള്ളൂ? തന്ത്രിക്കും പരിഗണന കൊടുക്കണം. തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് പറയണം. അതെ, അപ്പൊ ബാക്കി പ്രതികളോ? അവർക്ക് വേറെയും തന്ത്രിക്ക് വേറെയും ആണോ നിയമവും പൗരാകാശവും ഒക്കെ? അതിൽ നിന്ന് തന്ത്രിയെ മാറ്റി നിർത്തി വിശുദ്ധ പദവി കൊടുത്ത് മതവികാരം ഉണർത്തിവിടാനുള്ള കനകോലു തന്ത്രമാണോ ഇതിന്റെ പിന്നിൽ? ഇതിപ്പോ 41 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്ത്രിക്ക് മാത്രം കണ്ടെത്തിയ എന്ത് പ്രത്യേകത അങ്ങക്ക് പറയാനുള്ളത്? താങ്കളെ പിടിച്ച് താങ്കൾ ചെയ്യാത്തൊരു തെറ്റിന് പിടിച്ച് 40 ദിവസം ജയിലിൽ കിടത്തിയ ഞാൻ താങ്കൾക്ക് വേണ്ടിയും പറയും. അപ്പൊ തന്ത്രിക്കും പൗരൻ എന്ന പ്രത്യേകത മാത്രമേ ഉള്ളൂ അല്ലെ? അത് സമ്മതിക്കണ്ടല്ലോ. അങ്ങ് ചോദിക്കുന്നത് തെറ്റായ ചോദ്യമാണ്. അതെ, സംഗതി എന്തായാലും തന്ത്രിയിൽ ഒരു പ്രത്യേകത നിങ്ങൾക്ക് പറയണം. തന്ത്രി പിടിച്ചുള്ള കളി പാളിയതുകൊണ്ടാണോ എന്ന് അറിയില്ല, വാർത്താ സമ്മേളനം കഴിഞ്ഞെത്തിയ പുതിയുഗ യാത്രയിൽ ആകെ മൂപ്പര് കട്ടക്കലിപ്പിലായിരുന്നു. പ്രിയപ്പെട്ട അടുത്ത മാസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, നിങ്ങളൊന്ന് സംസാരിക്കായിരുന്നു. ഇവിടെ മാറി തന്ത്രിയും BJP അനുഗ്രഹിക്കും. സതീശേട്ടൻ നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.